ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിങ്കിൻ്റെ താഴെ വെള്ളം ഒലിക്കുന്നുണ്ട്. അപ്പോൾ സിങ്കിൻ്റെ കംപ്ലയിൻ്റ് ആയതാണ്. കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന, പിന്നീട് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നതുമായ ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാ, അപ്പോൾ നമുക്ക് ഇതേപോലത്തെ നമ്മൾ കപ്ലിങ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതേപോലത്തെ കപ്ലിങ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട്ടുകാർക്ക് മാറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം പല സ്ഥലത്തും ഇതേപോലത്തെ ബെൻഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ അതേമാതിരി ഇത് എടുക്കണമെങ്കിലും ബുദ്ധിമുട്ടാണ്, സാധനം കിട്ടില്ല. ഇതിൻ്റെ ഈ ഭാഗം ഒരു താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഒട്ടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പീസ് താഴേക്ക് നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കട്ടോ. അങ്ങനെ അതേപോലെ നമുക്ക് തിരിച്ചിട്ട് ഇറക്കാൻ പറ്റും. അപ്പോൾ അതിന് താഴേക്ക് കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ താഴേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് പതുക്കെ ഇങ്ങനെ തട്ടി കൊടുക്കണേ. കാരണം ഒട്ടിക്കാത്തത് കൊണ്ട് എനിക്കിത് കിട്ടുന്നുണ്ട്. പക്ഷേ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഊരിപ്പോന്ന്. ഇനി നമുക്ക് ഇതിനെ ആദ്യത്തെ അതേ സ്ഥലത്തേക്ക് തന്നെ ആക്കി കൊടുക്കട്ടോ. എന്നിട്ട് ഞാൻ പുതിയതായിട്ട് വെക്കുന്നത് ഏതാ അറിയോ, ഇതേപോലത്തെ ഒരു കപ്ലിങ് കേട്ടോ. ഈ കപ്ലിങ് എന്ന് പറഞ്ഞാൽ ഇതിന് 180 രൂപയാണ് ഇതിന് വിലയുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ബക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ വേസ്റ്റൊക്കെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനുള്ള ഒരു ചെറിയൊരു ബക്കറ്റ് പോലത്തെ സാധനമുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് കൂടുതൽ വെള്ളമൊക്കെ പെട്ടെന്ന് ഒഴുകി പോകണമെങ്കിലൊക്കെ നമുക്കത് ഹോള് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വേസ്റ്റ് കപ്ലിങ് കേട്ടോ. അപ്പോൾ ഇതിന് 2 വാഷർ ഉണ്ടാവും. ഈ വാഷർ നമ്മൾ മുകളിലാണ് കൊടുക്കണം കേട്ടോ. ഒരു വൈറ്റ് വാഷർ ഇതാ നമ്മൾ മുകളിൽ കൊടുക്കണം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇവിടെ ചെറിയൊരു ക്രാക്ക് പോലെ കാണാം. ഈ ഭാഗം നമ്മൾ താഴേക്ക് കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ മുകളിലേക്ക് കേട്ടോ. ഈ വാഷറുള്ള ഭാഗം മുകളിലേക്കും നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകും കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും മാറ്റാം. അതിന് വേണ്ടിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാമെന്നോ, ഈ ഒരു പീസ് ഈ കാണുന്നത് ഇത് നേരെ നമ്മൾ പൈപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതവിടെ നിർത്തി. ഓക്കെ, ഇനി ഇതിനെടുത്തിട്ട് നേരെ നമ്മൾ സിങ്കിലേക്കും കൊടുക്കാം. കണ്ടല്ലേ, ഈ രൂപത്തിൽ സിങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഈ ഒരു ഇതിനെ നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഈ പീസ് ഇത് ആദ്യം ഒട്ടിക്കാത്തത് കൊണ്ടാട്ടോ. ഒട്ടിക്കാത്തതുകൊണ്ട് ഈ പീസ് നമുക്കിനി മുകൾക്കാണ് കയറ്റി കൊടുക്കണം. ഇത് ഞാൻ തിരിച്ച് കയറ്റാൻ പോവാണ്. അപ്പോൾ ഈ പീസ് നമ്മൾ മുകളിലേക്ക് കയറ്റി കൊടുത്തിട്ടോ. അപ്പോൾ ഇത്ര ഭാഗം മാത്രമേ ഇപ്പോൾ ഇതിൽ ഫുൾ സോക്കറ്റ് ആവാത്തുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഫുള്ള് സോക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്ര കണ്ടിട്ട് സോക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം അത് മതി. ഇതിൽ ലീക്കൊന്നും വരില്ല. നമ്മൾ ടാപ്പൊന്ന് തിരിച്ചു നോക്കാം കേട്ടോ. അതേപോലെ അതിൻ്റെ വേസ്റ്റ് നിൽക്കാനുള്ള ബക്കറ്റാണ് കാണുന്നത്. അതിട്ട് കൊടുക്കുക. കൂടാതെ നമുക്ക് വെള്ളം നിർത്തണമെങ്കിൽ ഇതേപോലെ വെള്ളം ബക്കറ്റാട്ടോ. നമ്മൾ വേസ്റ്റ് കൊടുങ്ങാനുള്ള ബക്കറ്റാണ്. കൂടാതെ തന്നെ നമുക്ക് വെള്ളം നിർത്തണമെങ്കിലുള്ള സാധനം അത് വെച്ച് കൊടുത്താൽ ഇതിൽ വെള്ളം നിൽക്കും ചെയ്യും കേട്ടോ. ഒഴിവാക്കി കഴിഞ്ഞാൽ വെള്ളം പോകും ചെയ്യും. അപ്പോൾ കേട്ടോ കറക്റ്റായിട്ട് വെള്ളം ഒരു തുള്ളി പോലും ലീക്കില്ല. വളരെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആർക്കും വേണമെങ്കിൽ ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. കാരണം ഇവിടെ ഈ ഭാഗം നമ്മൾ ലൂസാക്കി കൊടുക്കുക. ഇത് നേരെ മുകളിലേക്ക് തട്ടി കൊടുക്കുക. തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ അത് പോകുന്നു. വീണ്ടും പുതിയൊരു പീസ് കൊണ്ടുവന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഫിറ്റാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.